ബൃഹത്തായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ സംബന്ധിച്ച് മുസ്ലിം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അവര് പറയുന്നു, ചിലന്തി എക്കാലവും മനുഷ്യന്റെ ശ്രദ്ധയാകർഷിച്ച ഒരു ജീവിയാണ്. ആയിരക്കണക്കിന് ജാതിയും ഉപജാതിയും ഒക്കെ അതിലുണ്ട്. നമ്മുടെ നാടുകളിൽ പോലും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ചിലന്തി. എന്താണ് അതിന്റെ സവിശേഷത? അവയുടെ കൂട്ടത്തിലെ പെൺചിലന്തികൾ വല്ലാത്ത വണ്ണും വലുപ്പമായിരിക്കും. ആണുങ്ങളാണെങ്കിലോ പറ്റ ക്ഷീണിച്ച ആരോഗ്യം കുറഞ്ഞ ചെറിയ സാധനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ പേടിച്ചുകൊണ്ടാണ് ഭർത്താവായ ആൺ ചിലന്തി നടക്കുക. പെണ്ണയ്ക്ക് മുന്നിൽ നടക്കുക, മറ്റോ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോവുക ചെയ്യുക. എപ്പോഴും പേടി, ഓള് തിരിഞ്ഞവൻ പായി. ആ ജാതി ബേജാറിലാണ് ഇവരെ ജീവിതം. ഇനി സന്താനോൽപാദന പ്രക്രിയ പോലും അബദ്ധത്തിലോ അശ്രദ്ധയിലോ കഴിയുമ്പോഴാണ് സാധിപ്പിച്ചെടുക്കുക. അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺചിലന്തി എന്താ ചെയ്യുക? ഒരു വെള്ള പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. നമ്മളൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകും. നമ്മളൊക്കെ ഒരു പെട്ടിയായിട്ട് ഇങ്ങനെ നടക്കാണ്ടില്ല ചിലന്തി, അതാണ് ആള്. അത് പെൺചിലന്തിയാണ്. അതിന്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു ചാടിയാൽ ആദ്യമായി ഈ പെൺചിലന്തി ചെയ്യുന്ന വേല എന്താണ്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഈ കുട്ടികളുടെ പിതാവുമായ ആൺ ചിലന്തിയെ കൊന്നു തിന്നുന്നു. എന്നിട്ട് കുടുംബത്തിന്റെയും മക്കളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം പെണ്ണ് ഏറ്റെടുക്കുന്നു. ഇതുകൊണ്ടാണത്ര അള്ളാഹ് പറഞ്ഞത്, വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്. ചിലന്തി ഭരിക്കുന്ന, പെൺചിലന്തി ഭരിക്കുന്ന വീടാണ് ഏറ്റവും നിന്ദ്യതയുള്ള വീട്. അത് നമുക്കും പാഠമാണ്. നമ്മളുടെ ഇടയിൽ ചില കുട്ടികളൊക്കെ അങ്ങാടിയിൽ ഇറങ്ങി ഹറാം പറപ്പ് കളിക്കുമ്പം കാരണവന്മാര് പറയാം, അതങ്ങനെ ഉണ്ടാവൂ, അവിടെ ഓള കയ്യിലാ ഭരണം, ഓനൊരു പെങ്കൂസനാണ്. സഹോദരന്മാരെ, ആണുങ്ങൾ അവരുടെ ദൗത്യം മറന്നുപോയാൽ നമ്മൾ കുടുംബം കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ നമ്മുടെ മുമ്പിൽ വലിയ പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ വിദേശികളാണ്, പലരും പ്രവാസികളാണ്, നാട്ടിലുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യാ? കുട്ടീനെ നമ്മളെന്താ നോക്കൂ? ഓള് നോക്കല്ലാതെ. സഹോദര, നമുക്ക് അള്ളാഹു വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയപ്പോഴേക്ക് അതിന് പറ്റിയ ഉപകരണങ്ങളും സഹായങ്ങളും ഒക്കെ അള്ളാഹ് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഈ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുകയും നമ്മൾ എവിടെയായിരുന്നാലും നിയന്ത്രണവും കൺട്രോളും നമ്മുടെ തന്നെ കൈകളിലായിരിക്കണം. എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ച് 2 കൊല്ലം കൂടുമ്പോ ഒന്ന് വന്ന് അതിന്റെ അടുക്ക് ആവശ്യമുള്ള ഡ്രാഫ്റ്റും പണമൊക്കെ അയച്ചു കൊടുത്താൽ നമ്മൾ കുടുംബം നിയന്ത്രിക്കുന്നവരാകുകയില്ല. എവിടെയായിരുന്നാലും നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. അതിനെന്താണ് ഗൾഫുകാർക്ക് മാർഗം? എല്ലാ കുട്ടികൾക്കും ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞത് സാധാരണ ശരാശരി ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രയാസാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുന്നതിനേക്കാൾ ചെലവ് അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കാൻ. അങ്ങനെ എല്ലാവർക്കും ഫോൺ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു മാസത്തെ ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം ഫോൺ കോളിന് വേണ്ടി പോകും. പിന്നെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്, അത് കത്തെഴുത്താണ്. പക്ഷേ മടിയന്മാരായ മലയാളികൾ ആ പരിപാടി നിർത്തിയത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ പൂട്ടാൻ പോവുക. അവരൊക്കെ നിലനിൽക്കുന്നത് വേറെ ചില പണ ഇടപാടുകളിലൂടെയാണ്. ഇന്ന് പോസ്റ്റൽ സംവിധാനം തന്നെ നിലനിൽക്കുന്നത്. കത്തയക്കാൻ ആർക്കും താല്പര്യമില്ല. എഴുത്ത് എന്നത് മറന്നുപോയി. ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ചെറുതല്ല. ഇപ്പൊ സാധാരണ എന്താ ചെയ്യുക? ഒരാൾ ഗൾഫുകാരൻ ഭാര്യയെ വിളിച്ച് പറയും എല്ലാ സംഗതികളും, ഇതൊക്കെ വേണ്ട പോലെ ചെയ്യണേ, ഉപ്പാനോട് അത് പറഞ്ഞേക്ക്, ഉമ്മാനോട് ഇത് പറഞ്ഞേക്ക്, കുട്ടിക്ക് അത് ചെയ്തു കൊടുക്ക്, ആ പൈസ അവിടെ കൊടുക്ക്, മറ്റത് ഇവിടെ കൊടുക്ക് എന്ന് പറഞ്ഞ് ആ ബന്ധം തീരുകയാണ്. ഇത് പോരാ, ഒരു പൈസ പോലും ചെലവില്ലാതെ ദിവസവും എന്നോണം നമ്മളെ നാട്ടിലേക്ക് നമ്മളെ അടുത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അവരെ കയ്യിൽ ഒരു കത്ത് എഴുതി കൊടുക്കാൻ നമ്മൾ മടി കാണിച്ചു പോകരുത്. സഹോദരന്മാരെ, കത്ത് എന്ന് പറയുന്നത് വല്ലാത്ത സ്വാധീനമുള്ള ഒരു വസ്തുവാണ്. ഇതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ആദ്യമായി മനുഷ്യനെ വിദ്യാഭ്യാസം പഠിപ്പിച്ചതിന്റെ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹ്.